രൂക്ഷ വിമർശനവുമായി ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം സമുദായത്തെ CPIM അപരവത്കരിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ. തിരഞ്ഞെടുപ്പുകളിലെ പരാജയം മറക്കാനും ഹൈന്ദവ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനും അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് CPIM നടത്തുകയാണെന്നും പി മുജീബ് റഹ്മാൻ ആരോപിച്ചു. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം. സംഘപരിവാർ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. അത്തരം സംഘപരിവാർ വിരുദ്ധ സമീപനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഘട്ടത്തിൽ അതിൻ്റെതായ രാഷ്ട്രീയമായ ജനാധിപത്യ മര്യാദയോടുകൂടി മനസ്സിലാക്കുന്നതിന് പകരം അത് തങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പരാജയത്തെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അത് CPMന് ഗുണകരമായ രാഷ്ട്രീയ നീക്കമല്ല. അതിനു പകരം അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കാണുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു ഭാഗത്ത് അപരവൽക്കരിച്ചുകൊണ്ട് മറുഭാഗത്ത് ഹൈന്ദവ വോട്ടും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടും രൂപപ്പെടുത്തിയെടുക്കാനുള്ള അനൽക സേതുണ്ട്. അനൽക, വിവരങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ CPM വിമർശനം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമാസികയായിട്ടുള്ള പ്രബോധനത്തിൽ CPMനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് മുക്കത്ത് വെച്ച് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുയോഗത്തിൽ CPMനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കൂടിയായിട്ടുള്ള പി മുജീബ് റഹ്മാൻ രംഗത്ത് വന്നിട്ടുള്ളത്. മുസ്ലിം സമുദായത്തെ CPM അപരവൽക്കരിക്കുന്നു. അതോടൊപ്പം തന്നെ അധികാരത്തിന് വേണ്ടി CPM സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട CPM, അതായത് 2019 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട CPM അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു അപകടകരമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനുള്ള അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് CPM നടത്തുന്നെന്നും ഒരു വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPM അതേപോലെ തന്നെ ചില AP മുസ്ലിം സംഘടനകളൊക്കെ അടക്കം നിരന്തരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് രംഗത്ത് വരുന്നുണ്ട്. അതിലാണ് ഈ മൗദൂദി സാഹിത്യം വായിച്ച് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് അല്ലെങ്കിൽ തീവ്രവാദിയായിട്ടുണ്ട് എന്ന് തീവ്രവാദിയെ ഒരാൾ കാണിച്ചു തരാൻ CPMനെ വെല്ലുവിളിക്കുകയും ജമാഅത്തെ ഇസ്ലാം ഇതിലൂടെ ചെയ്യുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ പ്രബോധന മാസികയിൽ CPMനെതിരെ നടത്തിയിട്ടുള്ള വിമർശനം അത് വീണ്ടും തുടരുകയാണ് ജമാഅത്തെ ഇസ്ലാം ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM സ്വീകരിക്കുന്ന പല നിലപാടുകളും അത് RSSനും അതോടൊപ്പം തന്നെ ഈ BJPക്കും സഹായകരമാകും എന്നൊരു വിമർശനമായിരുന്നു പ്രബോധനത്തിൽ ഉന്നയിച്ചത്. അതിന്റെ വിമർശനത്തിന്റെ തുടർച്ച കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ഇന്നലെ കോഴിക്കോട് മുക്കത്ത് നടന്ന പൊതുയോഗത്തിൽ തുടർന്നത്. ആതിര. ശരി, അനൽക സേതാണ് വിശദാംശങ്ങൾ നൽകിയത്.